തൃശൂരിൽ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അധ്യാപകരുടെ ക്രൂരമർദ്ദനമെന്ന പരാതി. പൊയ്യയിലും വരവൂരിലുമുള്ള സ്കൂളുകളിലാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. 2 സംഭവങ്ങളിലും രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പൊയ്യയിലെ മനു എന്ന അധ്യാപകൻ ഈ ക്യാമ്പസിലെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കരണമടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ആ പ്രവണതയുമായി മനുവല്ല മറ്റാരെങ്കിലും ഈ ക്യാമ്പസിലുണ്ടെങ്കിൽ കാലമരിച്ച് താഴെയിടുന്ന പരിപാടിയല്ലാതെ പൊയ്യ AKM-HS സ്കൂളിൽ +2 കൊമേഴ്സ് വിദ്യാർത്ഥിയായ അമൽ വിനോദിനാണ് കമ്പ്യൂട്ടർ അധ്യാപകൻ മനുവിന്റെ മർദ്ദനമേറ്റത്. യാതൊരു കാരണവുമില്ലാതെ അധ്യാപകൻ തന്റെ ചെകിട്ടത്തടിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആള് പെട്ടെന്ന് വന്നിട്ട് ചെകിടൊക്കെ അടിച്ചു. പ്രിൻസിപ്പാളുടെ അടുത്ത് പരാതി ഇട്ടു. പ്രിൻസിപ്പാൾ പറഞ്ഞു നാളെ പാരൻ്റായിട്ട് നാളെ PT ആയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ആശുപത്രി പോയി. അവർ പറഞ്ഞു ചെവി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെയിന് വേണ്ടി ഗുളിക തന്നുണ്ടായി, മരുന്നൊക്കെ. വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടിയുടെ മുഖത്ത് പരിക്കുകളും നീർക്കെട്ടും കണ്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ കുട്ടിക്ക് മർദ്ദനമേറ്റതായി സ്ഥിരീകരിച്ചു. ഇതിനെ തുടർന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ അധ്യാപകൻ മനുവിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളും SFIയും സ്കൂളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതിനു പുറമെ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സോഷ്യോളജി അധ്യാപകൻ മണികണ്ഠൻ മർദ്ദിച്ച മറ്റൊരു സംഭവം പുറത്തുവന്നു. അധ്യാപകൻ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് പതിവാണെന്ന് പരാതിക്കാരനായ രക്ഷിതാവ് പറയുന്നു. പരാതിയായിട്ട് പോകാൻ കാരണം നമ്മളുടെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല. അതാണ് മെയിനായിട്ട്. പിന്നെ ഇനി നാളെ മേലാക്കണം, ഇത് ആവർത്തിക്കരുത്. വേറെ കുട്ടി 2 ആഴ്ച മുൻപ് പേനയുടെ ക്യാപ്പ് താഴെ വീണതെടുക്കാൻ നോക്കുന്നതിനിടെ കുട്ടി ഡെസ്കിൽ കയറി നിന്നതാണ് അധ്യാപകനെ പ്രകോപിപ്പിച്ചത്. രക്ഷിതാവ് പോലീസിലും സ്കൂൾ അധികൃതർക്കും ചൈൽഡ് ലൈനിലും പരാതി നൽകുകയായിരുന്നു. PTA യോഗം ചേർന്ന ശേഷം വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് മലയാളം, തൃശൂർ. തൃശൂരിൽ